പിതാവിൻ്റെ അവകാശം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന മകനോട് അപ്പൻ രൂക്ഷമായി പ്രതികരിക്കുന്നില്ല. എതിർത്തൊരു വാക്കുപോലും പറയുന്നില്ല. സമൂഹത്തിൽ തനിക്കും കുടുംബത്തിനും ഏറ്റവും അപമാനകരമായ ഒരു പ്രവൃത്തിക്കായി മകൻ ഒരുമ്പെടുമ്പോഴും പിതാവ് ശാന്തനാണ്. മകൻ്റെ ഇഷ്ടം നിവർത്തിച്ചു കൊടുക്കുവാൻ മനസ്സുള്ളവനാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിവുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ഈ ഇച്ഛാശക്തി ഉപയോഗിച്ച് തെറ്റും ശരിയും തിരിച്ചറിയുവാനും ശരിയായത് തിരഞ്ഞെടുക്കുവാനും ദൈവം മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും ഈ ഇച്ഛാശക്തി ഉപയോഗിച്ചാവണമെന്നതാണ് ദൈവിക ആഗ്രഹം. സ്വാതന്ത്ര്യമെന്നാൽ തന്നിഷ്ടപ്രകാരം ജീവിക്കുവാനുള്ള ലൈസൻസ് അല്ല, അത് അരാജകത്വമാണ്. വഴിയിലൂടെ നടന്നു പോകുന്ന കുഞ്ഞിൻ്റെ കുരുന്ന് കൈകളിൽ പിതാവ് പിടിക്കുന്നത് കുഞ്ഞിനിഷ്ടമല്ല എന്ന് കരുതി പിതാവ് തൻ്റെ കുഞ്ഞിനെ തനിയെ വിടുകയില്ല. കാരണം തനിച്ചുള്ള അവൻ്റെ യാത്രകൾ അപകടത്തിലേക്കാണെന്ന് പിതാവിനറിയാം. പിതാവ് തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിക്കുന്നത് സ്വാതന്ത്ര്യ നിഷേധമല്ല, പ്രത്യുത സുരക്ഷിതത്വമാണ്. അതൊരനുഗ്രഹമാണ്. തനിക്കിഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ആരംഭിക്കുകയായി. എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഓർക്കുക, നീ ഒരു സാങ്കല്പിക ലോകം തീർക്കാൻ ശ്രമിക്കുകയാണ്. നീ ഒരു മൂഢ യാത്രികനാവുകയാണ്. പിതാവിൻ്റെ സാന്നിധ്യം വിട്ട്, നിയന്ത്രണങ്ങൾ വിട്ട് സ്വന്തം ഇഷ്ടങ്ങൾക്കായി ഓടിയ മകൻ അതീവ ഗുരുതരമായ സമസ്യയിലേക്കാണ് നിപതിച്ചത്. പ്രിയരെ, പാപജീവിതം ഒരു പാഴ്ചലവാണ്. അവസരം നൽകിയാൽ ബലം വർദ്ധിപ്പിക്കുന്ന ഒരു ശക്തിയാണ് പാപം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ വിമുഖത കാണിക്കുന്ന മനുഷ്യൻ പിന്നെ തൻ്റെ കൺമുമ്പിൽ കാണുന്നവരിലെല്ലാം ആശ്രയിക്കാൻ തുടങ്ങും. അതവനെ അടിമത്വത്തിലേക്കും അപനയത്തിലേക്കും അപചയത്തിലേക്കും എത്തിക്കുമെന്നതിൽ തർക്കമില്ല. ദൈവാശ്രയം ഉപേക്ഷിക്കുന്ന മനുഷ്യൻ മദ്യത്തിലും മയക്കുമരുന്നിലും വെറിക്കൂത്തുകളിലും അശ്ലീല സാഹിത്യത്തിലും എന്നുവേണ്ട സകല അപകൃഷ്ടമായ വഴികളിലും അനവരതം സഞ്ചരിക്കാൻ തുടങ്ങും. തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം തുടക്കത്തിൽ നൽകുന്ന സന്തോഷം തുടർച്ചയിലുണ്ടാവില്ല. ധാരാളം പണം കൈവശമുണ്ടായിരുന്നപ്പോൾ ഇഷ്ടം പോലെ കൂട്ടുകാരും ധാരാളം അവസരങ്ങളും ഇളയ മകനുണ്ടായിരുന്നു. എന്നാൽ ധനം അധികകാലം അവൻ്റെ കൂടെ നിന്നില്ല. അതവൻ ദുർവ്യയം ചെയ്തു. പണം തീർന്നതോടെ അവന് മുട്ടുവന്നു തുടങ്ങി. കൂട്ടുകാരെല്ലാം വഴിമാറിപ്പോയി. ചിരിച്ചു കാണിച്ചവരെല്ലാം വെറും പൊയ്മുഖങ്ങളായി തീർന്നു. വഴിയിൽ ഇരുട്ട് വ്യാപരിക്കാൻ തുടങ്ങി. ആ ഇരുട്ട് മൂടിയ വഴിയിൽ അവൻ ഏകനായി തീർന്നു. അവനോടൊപ്പം ഒട്ടി നിന്നവരെല്ലാം അവനെ വിട്ടുപോയി. മനുഷ്യനിൽ ആശ്രയിച്ചാൽ ലഭിക്കുന്നത് മാനുഷിക സഹായം, ദൈവത്തിൽ ആശ്രയിച്ചാൽ ലഭിക്കുന്നത് ദൈവിക സഹായം. മനുഷ്യനിലുള്ളത് മനുഷ്യത്വം, ദൈവത്തിലുള്ളത് ദൈവത്വം. മനുഷ്യൻ നിന്നെ സഹായിച്ചാൽ അവനത് ലോകം മുഴുവൻ പറഞ്ഞു നടക്കും. എന്നാൽ ദൈവം നിന്നെ സഹായിച്ചാൽ അവിടെ ആരോടും അത് പറയുകയില്ല. പകരം നീ അത് ലോകത്തോട് പറയണം. വരിക ദൈവത്തിങ്കലേക്ക്.
വരിക ദൈവിക ഭവനത്തിലേക്ക്, ദൈവിക ആശ്രയത്തിലേക്ക്. തിരിഞ്ഞു നടക്കുക. ഇരു കൈകളും നീട്ടി അവിടുന്ന് നിന്നെ നോക്കി നിൽക്കുന്നുണ്ട്.